ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രിയ സുബലക്ഷ്മി. ജമ്മുകശ്മീർ പുനഃസംഘടനാ ഭേദഗതി, സംവരണ ഭേദഗതി ബില്ലുകൾ ലോക്സഭ പാസാക്കി. ജമ്മുകശ്മീരിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 90 ഉയർത്തുന്ന പുനഃസംഘടനാ ഭേദഗതി ബിൽ SC/ST സംവരണവും കശ്മീരി കുടിയേറ്റ വിഭാഗത്തിന്റെ പ്രാതിനിധ്യവും നിയമസഭയിൽ ഉറപ്പുവരുത്തുന്നു. പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ ജോലിക്കും പ്രവേശനത്തിനും SC/ST പിന്നാക്ക സംവരണം ഉറപ്പുവരുത്തുന്നതാണ് സംവരണ ഭേദഗതി ബിൽ. ജമ്മുകശ്മീർ ജനതയ്ക്ക് 70 വർഷമായി ലഭിക്കാതിരുന്ന നീതി ഉറപ്പുവരുത്തുകയാണ് ബില്ലുകളുടെ ലക്ഷ്യമെന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഗുജറാത്തിന്റെ ഗർഭ നൃത്തം യുനെസ്കോ പട്ടികയിൽ. മാനവികതയുടെ അദൃശ്യമായ സാംസ്കാരിക പൈതൃകങ്ങൾ എന്ന വിഭാഗത്തിലാണ് നൃത്തരൂപം ഉൾപ്പെട്ടത്. ഐക്യത്തിന്റെയും ജീവനത്തിന്റെയും ആഘോഷമാണ് ഗർഭ നൃത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തിന്റെ പൈതൃകം ഭാവി തലമുറയിലേക്കും കൈമാറാനുള്ള പ്രചോദനമാണ് ഈ നേട്ടമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. സിക്കിമിലെ 12 തദ്ദേശീയ സമുദായങ്ങൾക്ക് ഗോത്രപദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട് സിക്കിം മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഗോത്രപദവി വിഷയവും നിയമസഭയിലെ ലിംബു തമാങ് സീറ്റ് സംവരണവും സംബന്ധിച്ച നിവേദനം അദ്ദേഹം കേന്ദ്രമന്ത്രിക്ക് കൈമാറി. വിഷയം വിശദമായി പരിശോധിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകി. സിക്കിമിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് പറഞ്ഞു. ഹൃദയാഘാതത്തിനുള്ള പ്രാഥമിക ശുശ്രൂഷ രീതിയായ CPR-നെ കുറിച്ച് പൊതു അവബോധം സൃഷ്ടിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. ആരോഗ്യ മന്ത്രാലയവും നാഷണൽ ബോർഡ് ഓഫ് മെഡിക്കൽ എക്സാമിനേഷനും സംയുക്തമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. ഹൃദയാഘാതം സംഭവിക്കുമ്പോൾ ആശുപത്രിയിൽ എത്തിക്കുന്നതിനു മുൻപ് കൃത്യമായ പ്രാഥമിക ശുശ്രൂഷ നൽകിയാൽ നിരവധി ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് ശ്രീ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണത്തിൽ തദ്ദേശീയ ഗോത്ര ജനതയ്ക്കുള്ള പ്രാധാന്യം സംബന്ധിച്ച ചർച്ചകൾക്ക് ദുബായിൽ നടക്കുന്ന COP28 ഉച്ചകോടി വേദിയായി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലങ്ങൾ ഇത്തരം സമൂഹങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നതായി ഉച്ചകോടി വിലയിരുത്തി. ഗ്ലാസ്ഗോയിൽ നടന്ന COP26 ഉച്ചകോടി ഗോത്ര ജനവിഭാഗങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി $1.7 ബില്യൺ സഹായം പ്രഖ്യാപിച്ചിരുന്നു. ദുബായിൽ നടക്കുന്ന വേൾഡ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ കോൺഫറൻസ് 2023 അധ്യക്ഷനായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ മുഹമ്മദ് അൽ റംസിയെ നിയമിച്ചു. നവംബർ 20 മുതൽ ഡിസംബർ 15 വരെ UAE-യിലെ ദുബായിലാണ് സമ്മേളനം നടക്കുന്നത്. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയനാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. റേഡിയോ ഫ്രീക്വൻസി സ്പെക്ട്രം, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്, നോൺ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഭ്രമണപഥങ്ങൾ എന്നിവയുടെ ആഗോള ഉപയോഗം പുനരവലോകനം ചെയ്യുന്നതിനാണ് 4 വർഷത്തിൽ ഒരിക്കൽ സമ്മേളനം നടക്കുന്നത്. ശ്രീലങ്കയിൽ വിനോദസഞ്ചാര മേഖലയിൽ ഉണർവ്. നവംബർ മാസത്തിൽ ശ്രീലങ്കയിലെത്തിയ വിനോദസഞ്ചാരികളിൽ 20% ഇന്ത്യക്കാരാണ്. വിനോദസഞ്ചാര മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനായി ശ്രീലങ്ക, ഇന്ത്യ ഉൾപ്പെടെ 6 രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് വിസ ഫീസ് ഒഴിവാക്കിയിരുന്നു. ശ്രീലങ്കയുടെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്താൻ ടൂറിസം മേഖലയിലെ വളർച്ച ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. UAE, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലേക്ക് ഒരു ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യാത്ര തിരിച്ചു. OPEC+ ഗ്രൂപ്പിനുള്ളിലെ സഹകരണവും ഗാസയിലെയും യുക്രൈനിലെയും യുദ്ധവും ചർച്ച ചെയ്യുന്നതിനാണ് സന്ദർശനം. സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി പുടിൻ ചർച്ച നടത്തും. സൈബീരിയയിൽ അതിശൈത്യം തുടരുന്നു. ഏറ്റവും കഠിനമായ ശൈത്യകാലമാണ് സൈബീരിയയിൽ നിലവിൽ അനുഭവപ്പെടുന്നത്. ഇന്നലെ പ്രദേശത്തെ താപനില -58°C കുറഞ്ഞു. പ്രദേശമാകെ മഞ്ഞു മൂടിയിരിക്കുന്നതിനാൽ ജനജീവിതം സ്തംഭിച്ചു. കേന്ദ്ര പദ്ധതികളും സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിലും ലക്ഷദ്വീപിലും പുരോഗമിക്കുന്നു. പരിപാടിയുടെ ഭാഗമായി വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് വിദഗ്ധർ ജനങ്ങളുമായി സംവദിച്ചു. കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിരവധി പേരാണ് പരിപാടിയിൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നത്. ലക്ഷദ്വീപിൽ കവരത്തി, അഗത്തി, അന്ത്രോത്ത്, മിനിക്കോയ് ദ്വീപുകളിലാണ് യാത്ര നടക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നാളെ എറണാകുളം ജില്ലയിലെ നവകേരള സദസ്സിൽ പര്യടനം ആരംഭിക്കും. ചാലക്കുടി, അങ്കമാലി, ആലുവ, പറവൂർ എന്നിവിടങ്ങളിൽ നാളെ പരിപാടികൾ നടക്കും. പ്രതിസന്ധികൾക്കിടയിലും കേരളം മുന്നേറുകയാണെന്നും തനത് ആഭ്യന്തര പ്രതിശീർഷ വരുമാനങ്ങൾ വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തൃശൂർ കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.